ഈ ഒരു റെസിപ്പി ചെയ്ത സമയത്തെ ഞാൻ സത്യം പറഞ്ഞാ വിചാരിച്ചു ഈ ബീറ്റ്റൂട്ടിന് ഇത്ര ടേസ്റ്റ് ഉണ്ടോന്ന്. അപ്പൊ ഈ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഒരു സ്റ്റീമറിലോ വെജിറ്റബിൾ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇഡ്ഡലി കുട്ടകത്തിലോ വെച്ച് ഒന്ന് ആവിയേറ്റി ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി ആ സമയം കൊണ്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വെളുത്തുള്ളി അല്ലി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും ചേർത്തിട്ട് അത് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് ഇതുപോലെ നിറം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ വഴറ്റിയെടുത്ത സംഭവം ഉണ്ടല്ലോ വെളുത്തുള്ളിയിലയും വറ്റൽമുളകും ചേർത്ത് നല്ലപോലെ കൈവച്ച് ഞെരടി എടുത്തിട്ട് അതിലേക്ക് സവാളയും നമ്മൾ വേവിച്ചെടുത്ത ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊട്ടറ്റോയും ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി അതൊന്നും ഇങ്ങനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഭർത്ത റെഡിയായി കേട്ടോ. ഇതിനി ചോറിന്റെ കൂടെ എടുത്തങ്ങോട്ട് വെച്ച് കഴിച്ചാൽ മതി. ഈ ബീറ്റ്റൂട്ടിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നുന്ന് ശരിക്കും ഞാൻ വിചാരിച്ചു പോയി കേട്ടോ. അപ്പൊ എങ്ങനാ? ട്രൈ ആക്കല്ലേ?